ഹായ് ഹലോ, ഐ ആം ഹിയർ വിത്ത് അടിപൊളി വീഡിയോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ ബട്ടൺ പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതും ഫാഷൻ മേക്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെതായ ഒരു ഫൂട്ടുണ്ട്. ആ ഒരു ഫൂട്ട് ഉപയോഗിച്ചിട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇന്നും ബട്ടൺ തുന്നി പിടിപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ്, എന്താ അറിയില്ല, ഈ ഇടയായിട്ട് ട്വിസ്റ്റിനോട് വല്ലാത്തൊരു മുഹബത്താണ്. ബൈ ദ വൈ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതാ ഈ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് ബട്ടൺ തുന്നി പിടിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യാൻ ടൈം ആയിട്ടോ. ഒരു ഫൂട്ടും ഇല്ലാണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം ബട്ടൺ തുന്നി പിടിപ്പിക്കാൻ പോകുന്നത്. അതായത് ബട്ടൺ ഫൂട്ടും ഇല്ല, നോർമൽ ഫൂട്ടും ഇല്ല. അപ്പോൾ നമുക്കിതാ ഈ ഉള്ള ഫൂട്ട് ഒന്ന് ഊരിയെടുക്കാട്ടോ. എന്താ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഈ ഒരു പല്ല് താഴ്ത്തി കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ചെറിയൊരു ലിവർ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് താഴേക്ക് താഴ്ത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ പല്ല് താഴേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ റെഡിയാക്കി. ഈ ഒരു എക്സ്റ്റൻഷൻ ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് പഴയതുപോലെ തന്നെ ഫിറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പല്ല് ഇതാ താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ക്ലോത്ത് നീങ്ങുമൊന്നുമില്ല, അവിടെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും. ഒരു ക്ലോത്തിൻ്റെ യൂസിങ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോത്ത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് അല്ലല്ലോ, ബട്ടൺ ആണല്ലോ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടീത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ താഴ്ത്തി വെച്ച് കൊടുത്ത്. ഞാനെന്നല്ല, അത് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ആ ഒരു പരിപാടി എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ഈ ബട്ടൺസ് വെച്ച് കൊടുക്കാനാണ്. ബട്ടൺസ് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് സെറ്റിങ്സിലൊക്കെ ചെറിയ മാറ്റം വരുത്താനുണ്ട് കേട്ടോ. സീലേക്ക് ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മുടെ ബട്ടൻ്റെ ഹോളിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നീഡിലൊന്ന് ഇറക്കി കൊടുത്തിട്ട് അതിനനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഒരു 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ മതിയാകും. അതുപോലെ തന്നെ ടെൻഷന് 0-ൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡ്രസ്സ് എടുക്കുക കേട്ടോ. നമ്മുടെ ക്ലോത്ത് ഇതാ എനിക്കിവിടെയാണ് ബട്ടന് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ, കറക്റ്റ് പൊസിഷനിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുക. എവിടെ വേണ്ടതെന്ന്. എന്നിട്ടിതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ ബട്ടനെ ലോക്ക് ചെയ്യാൻ പോകുന്നത്. പ്രഷർ ഫുട്ട് താഴ്ത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിതാ ഞാൻ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. എന്നൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തതുപോലെ തന്നെ ഒന്ന് നോക്കുക. ഓക്കെ, ഇത് കറക്റ്റല്ല. നമുക്കിതാ കുറച്ച് ഇവിടെ ആക്കിയുണ്ട്. ഓക്കെ, ഇവിടെ വെച്ച് കൊടുക്കട്ടോ, കുറച്ച് ഇങ്ങോട്ട്. ഇനി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് ഹോളിൽ ഒന്ന് സൂം ചെയ്ത് തരാം കേട്ടോ. ആദ്യത്തെ ഹോളിൽ നീഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനൊന്നതാ ജസ്റ്റ്. യെസ്, ഇതും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിട്ടാണ് വെച്ച് കൊടുത്തത്. ഇനി നമുക്കൊരു 5-6 സ്റ്റിച്ച് മതി കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് മതി. ഇനി ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലോക്ക് ചെയ്യാനിതാ ഞാൻ സിയിൽ നിന്ന് ബിയിലേക്ക് ചേഞ്ച് ആക്കി. നമ്മൾ സെലക്ടർ ചേഞ്ച് ചെയ്യുമ്പോഴേ ഈ സൂചി ഉയർത്തി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലെങ്കിൽ സൂചി താഴ്ത്തി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സൂചി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉയർത്തി വെച്ചിട്ട് ഇതാ ബിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ 2 കെട്ടിട്ട് കൊടുത്തു. ഇനി ഇതാ ഈ ഒരു ലിഫ്റ്റ് ചെയ്യുക, നീഡിലും ലിഫ്റ്റ് ചെയ്യുക. നമ്മുടെ സൂചിയും ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം. ഇനി നമുക്കിതാ അടുത്ത ഹോളാണല്ലോ ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഹോളിലും ഇറങ്ങുന്നുണ്ടോ നോക്കുക. ഞാൻ വീണ്ടും ബിയിൽ നിന്ന് സിയിലേക്ക് ചേഞ്ച് ആക്കി. ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ നോക്കാം. ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ നോക്കുക. കറക്റ്റാണ്. ഇനി ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നേരത്തെ പോലെ തന്നെ ഒരു 5-6 സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കെട്ടിയിട്ടിട്ട് നിർത്തി കൊടുക്കാം. ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. പെർഫെക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫൂട്ടില്ലാതെ നമുക്ക് ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ, ഈസി ആയിട്ട്. അപ്പോൾ ഫൂട്ട് വെച്ച് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി ഉണ്ടാകും. കാരണം ബട്ടണൊന്നും പെട്ടെന്ന് തെറിച്ച് പോകും, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടല്ലോ. അവിടെ തന്നെ ലോക്കായി കിടക്കും. ഇത് ലോക്കായിരിക്കും, എന്നാലും ഒരു ചെറിയതായിട്ട് ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഊരി പോരാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടോ മറിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഊരി പോരാനും ചാൻസ് ഉണ്ട്. പക്ഷേ ചില ഘട്ടങ്ങളിൽ വേണേൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.